രാജ്യത്തോട് കൂറുപുലർത്തി പ്രവർത്തിക്കണമെന്ന് പുതിയ മന്ത്രിമാർക്ക് UAE പ്രസിഡന്റ് ഷെയ്ഖ് ഖാലിദ് ബിൻ സായിദ് അൽ നഹ്യാൻ നിർദ്ദേശം നൽകി. UAEയുടെ 12ാമത് ക്യാബിനറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിമാരോടാണ് കൂറും പ്രവർത്തനങ്ങളിൽ ജാഗ്രതയും പുലർത്താൻ ഷെയ്ഖ് ഖാലിദ് ഉപദേശിച്ചത്. രാജ്യത്തിന്റെ സുസ്ഥിര വികസനം ഉറപ്പാക്കിയുള്ള പ്രവർത്തനമാണ് മന്ത്രിമാർ കാഴ്ചവെക്കേണ്ടതെന്ന് UAE പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹ്യാൻ നിർദ്ദേശിച്ചു. ജനങ്ങളുടെ അഭിലാഷങ്ങൾ പൂർത്തീകരിക്കുന്നതായിരിക്കണം ഓരോ മന്ത്രിമാരുടെയും പ്രവർത്തനം. രാജ്യാന്തര തലത്തിൽ UAE അലങ്കരിക്കുന്ന മഹത്തായ സ്ഥാനത്തിന് കുറെ കൂടി തിളക്കമുണ്ടാക്കാനാകണം. രാജ്യത്തിന്റെ മഹത്തായ നേട്ടങ്ങൾക്കായി അഹോരാത്രം പ്രവർത്തിക്കുന്ന സഹോദരനും UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ ഭരണ നൈപുണ്യത്തിൽ തനിക്ക് വിശ്വാസമുണ്ടെന്നും ഷെയ്ഖ് ഖലീഫ വ്യക്തമാക്കി. ഫെഡറൽ സർക്കാരിന്റെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാനായി സ്തുത്യർഹമായ പ്രവർത്തനമാണ് ഷെയ്ഖ് മുഹമ്മദ് നടത്തുന്നത്. ഷെയ്ഖ് മുഹമ്മദിന്റെ നേതൃത്വത്തിലുള്ള ക്യാബിനറ്റിന് എല്ലാ സൗഭാഗ്യങ്ങളും നേരുകയാണെന്നും ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹ്യാൻ പറഞ്ഞു. രാഷ്ട്രപിതാവ് ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ നഹ്യാനും സഹോദരന്മാരും ഒഴുക്കിയ വിയർപ്പിന്റെയും ദീർഘവീക്ഷണമുള്ള പ്രവർത്തനത്തിന്റെയും ആകത്തുകയാണ് UAE എന്ന രാജ്യമെന്നും ഷെയ്ഖ് ഖലീഫ ഓർമ്മിപ്പിച്ചു. കഴിഞ്ഞ ആഴ്ചയായിരുന്നു ഷെയ്ഖ് മുഹമ്മദ് പുതിയ ക്യാബിനറ്റ് മന്ത്രിമാരെ പ്രഖ്യാപിച്ചത്. ഞായറാഴ്ച മുഷരിഫ് പാലസിലായിരുന്നു 12ാമത് UAE മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. മന്ത്രിസഭാ മാറ്റത്തിന് ഷെയ്ഖ് ഖലീഫ നേരത്തെ അംഗീകാരം നൽകിയിരുന്നു. ടി ജമാലുദ്ദീൻ, ദുബായ്. അബുദാബിയിൽ വാഹനാപകടങ്ങളുടെ എണ്ണവും മരണവും കുറഞ്ഞു വരുന്നതായി റിപ്പോർട്ട്. വർഷങ്ങളായി പോലീസും മറ്റ് അധികൃതരും നടത്തുന്ന ഗതാഗത ബോധവൽക്കരണ നടപടികൾ ഫലപ്രദമാവുന്നതായി അധികൃതർ വ്യക്തമാക്കി. 2014 1864 അപകടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തതെങ്കിൽ കഴിഞ്ഞ വർഷം ഇത് 1803 കുറഞ്ഞു. അപകടങ്ങളിൽ മരിക്കുന്നവരുടെ എണ്ണത്തിൽ 8% കുറവുണ്ടായതായി അധികൃതർ അറിയിച്ചു. 2014 267 പേർ വാഹനാപകടങ്ങളിൽ മരണപ്പെട്ടപ്പോൾ കഴിഞ്ഞ വർഷം മരണം 245 കുറഞ്ഞു. ഇന്ത്യയിൽ നിന്നുള്ള നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് നടപടികളുടെ ഭാഗമായി കുവൈത്ത് ആരോഗ്യ മന്ത്രാലയം പ്രതിനിധി സംഘം അടുത്ത മാസം കേരളം സന്ദർശിക്കും. മെഡിക്കൽ സർവീസ് വിഭാഗം അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി ഡോക്ടർ ജമാൽ അൽ ഹർബിയുടെയും നിയമവിഭാഗം അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി മഹബൂബ് അബ്ദുൽ ഹാദിയുടെയും നേതൃത്വത്തിലുള്ള സംഘമാണ് മാർച്ച് പകുതിയോടെ കേരളം സന്ദർശിക്കുക. ഇന്ത്യയിൽ നിന്നുള്ള നഴ്സിംഗ് നിയമനവും കേരള സർക്കാരിന്റെ കീഴിലുള്ള നോർക്ക റൂട്ട്സ്, ഒഡെപെക് എന്നീ സർക്കാർ ഏജൻസികൾ വഴിയാക്കാൻ കേന്ദ്ര സർക്കാർ കഴിഞ്ഞ വർഷം മാർച്ചിലാണ് തീരുമാനിച്ചത്. 50 വയസ്സിന് മുകളിലുള്ളവർക്ക് വിസിറ്റിംഗ് വിസ അനുവദിക്കേണ്ടതില്ലെന്ന് കുവൈത്ത്. പൗരത്വ പാസ്പോർട്ട് കാര്യ അണ്ടർ സെക്രട്ടറി മേജർ ജനറൽ മസാൻ അൽ ജറഹയെ ഉദ്ധരിച്ച് പ്രാദേശിക പത്രം അൽ ഷെഹദാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത്. ഇത് സംബന്ധിച്ച് നിർദ്ദേശം വിവിധ വകുപ്പുകൾക്ക് കൈമാറിയതായും വാർത്ത സൂചിപ്പിക്കുന്നു. വിസിറ്റ് വിസ സൗകര്യത്തിന്റെ മറവിൽ സ്വകാര്യ ആരോഗ്യ ചികിത്സയ്ക്ക് നിരവധി പേർ രാജ്യത്തേക്ക് വരുന്നത് കണക്കിലെടുത്താണ് ഈ നടപടിയെന്നും അദ്ദേഹം പറഞ്ഞു. സൗദിയിലെ 57% ഡ്രൈവർമാരും ട്രാഫിക് നിയമം ലംഘിക്കുന്നവരാണെന്ന് കണ്ടെത്തൽ. കിങ് അബ്ദുള്ള നാഷണൽ ഡയലോഗ് സെന്റർ നടത്തിയ പഠനത്തിലാണ് ഈ കണ്ടെത്തൽ. ഡ്രൈവർമാരിൽ 69% പേരും വാഹനമോടിക്കുന്നതിനിടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നു. 57% പേർ ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമോ അതിൽ കൂടുതലോ നിയമം ലംഘിക്കുന്നവരാണ്. 11.9% പേർ സിഗ്നൽ മറികടക്കുന്ന ഗുരുതരമായ നിയമലംഘനം നടത്തുന്നു. 33% പേർ സീറ്റ് ബെൽറ്റ് ധരിക്കാറില്ല. ഡ്രൈവർമാരിൽ 40.3% പേർ നിശ്ചിത വേഗത പരിധി ലംഘിക്കുന്നവരാണ്. പഠനത്തിന്റെ ഭാഗമായി നടത്തിയ അഭിമുഖത്തിൽ പങ്കെടുത്തവരിൽ 92.7% പേർ ഡ്രൈവിംഗ് നിയമം പാലിക്കുന്നതിൽ വീഴ്ചയുണ്ടെന്ന് സമ്മതിക്കുന്നു. റോഡിലെ തിരക്കൊഴിവാക്കാൻ പൊതുഗതാഗത സംവിധാനം ഏർപ്പെടുത്തണമെന്ന് 2.7% പേരും അഭിപ്രായപ്പെട്ടു. ഡ്രൈവിംഗിനിടെയുള്ള അശ്രദ്ധയും അലംഭാവവുമാണ് അപകടങ്ങൾക്ക് മുഖ്യ കാരണമെന്ന് 95.4% പേരും അഭിപ്രായപ്പെട്ടു. സൗദിയിൽ വാഹനാപകടങ്ങൾ വരുത്തിവെക്കുന്നവരിൽ 50 വയസ്സുകാരെ അപേക്ഷിച്ച് 15 മുതൽ 20 വരെയുള്ള പ്രായക്കാർ 4 ഇരട്ടിയാണ്. 20 മുതൽ 30 വയസ്സ് വരെയുള്ള പ്രായക്കാർ 51 വയസ്സുകാരെ അപേക്ഷിച്ച് 3 ഇരട്ടിയുമാണ്. ന്യൂസ് ബ്യൂറോ, ദമാം. കോഴിക്കോട് വിമാനത്താവളത്തോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ചും ഹജ്ജ് ക്യാമ്പ് തിരികെ കൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ട് ദമാം കാലിക്കറ്റ് എയർപോർട്ട് യൂസേഴ്സ് ഫോറം പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു. സമരപരിപാടികളുടെ തുടക്കമായി മാർച്ച് അവസാന വാരം ബഹുജന പങ്കാളിത്തത്തോടെ ധർണ സംഘടിപ്പിക്കും. പ്രത്യക്ഷ സമരപരിപാടികളുടെ തുടക്കമായി മാർച്ച് അവസാന വാരം ബഹുജന പങ്കാളിത്തത്തോടെ ധർണ സംഘടിപ്പിക്കാൻ അൽക്കോബാറിൽ ചേർന്ന ജനറൽ ബോഡി യോഗം തീരുമാനിച്ചു. വൈസ് ചെയർമാൻ സി അബ്ദുൽ ഹമീദ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഫോറം കഴിഞ്ഞ മാസം നാട്ടിൽ നടത്തിയ പ്രവർത്തനങ്ങൾ ജനകൺവീനർ TPM ഫസൽ വിശദീകരിച്ചു. സിവിൽ ഏവിയേഷൻ ഡയറക്ടർ, കാലിക്കറ്റ് എയർപോർട്ട് ഡയറക്ടർ എന്നിവർക്ക് വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് പ്രവാസികൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി പരാതി നൽകിയിരുന്നു. സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ പഠിക്കുന്നതിന് പ്രദേശവാസികളുടെ പ്രതിനിധികളുമായി
2 പ്രാവശ്യം ഫോറം രക്ഷാധികാരി അഹമ്മദ് പുളിക്കലിന്റെ നേതൃത്വത്തിൽ ചർച്ചയും നടത്തി. വിമാനത്താവളവുമായി ബന്ധപ്പെട്ടുള്ള വിവിധ വിഷയങ്ങളുടെ നിജസ്ഥിതി മനസ്സിലാക്കുന്നതിന് വിവരാവകാശ നിയമപ്രകാരം 7ഓളം രേഖകൾ ഫോറത്തിന് ലഭിച്ചിട്ടുണ്ട്. കസ്റ്റംസ് അസിസ്റ്റന്റ് കമ്മീഷണർ ആനന്ദ് കുമാറിനെ സന്ദർശിച്ച് കരിപ്പൂർ വിമാനത്താവളത്തിൽ യാത്രക്കാർ നേരിടുന്ന പ്രശ്നങ്ങൾ ബോധ്യപ്പെടുത്തി. ഫോറത്തിന്റെ നേതൃത്വത്തിൽ നിയമസഹായ സെല്ലും ഹെൽപ്പ് ലൈൻ നമ്പറും ഏർപ്പെടുത്താനും സാധിച്ചു. യൂസേഴ്സ് ഫോറത്തെ നാട്ടിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമാക്കുന്നതിന് പരിപാടികൾ ആവിഷ്കരിച്ചതായും ഫസൽ വിശദീകരിച്ചു. മറ്റ് ഗൾഫ് രാജ്യങ്ങളിലേക്കും ഫോറത്തിന്റെ പ്രവർത്തനം വ്യാപിപ്പിക്കാനും യോഗം തീരുമാനിച്ചു. ധർണ സംഘടിപ്പിക്കുന്നതിന് സി അബ്ദുൽ ഹമീദ് കൺവീനറും ആലിക്കുട്ടി ഒളവട്ടൂർ PM നജീബ്, മുഹമ്മദ് നജാത്തി അംഗങ്ങളായും സമിതി രൂപീകരിച്ചു. നജീബ് അരഞ്ഞിക്കൽ, ജമാൽ വില്യാപ്പള്ളി, മുഹമ്മദ് നജാത്തി, ഡോക്ടർ അഫ്സൈനുൽ ആബിദീൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ദമാം. മലയാളത്തിന്റെ പ്രിയ കവി ONV കുറുപ്പിന്റെ വിയോഗത്തിൽ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ അനുശോചിച്ചു. അസോസിയേഷൻ കോൺഫറൻസ് ഹാളിൽ നടന്ന അനുശോചന യോഗത്തിൽ സാമൂഹ്യ വിദ്യാഭ്യാസ കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. ഒരു കാലത്ത് വരേണ്യവർഗത്തിന്റെ മാത്രം കൈപ്പിടിയിലൊതുങ്ങിയ കവിതകൾ സാധാരണക്കാരിൽ സന്നിവേശിപ്പിച്ച കവിയായിരുന്നു ONV എന്ന് അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സലീം അയ്യനേത്ത് പറഞ്ഞു. കുവൈത്തിൽ ദേശീയ വിമോചന ആഘോഷങ്ങളുടെ ഭാഗമായുള്ള അവധി ദിവസങ്ങൾ ഫെബ്രുവരി 25 മുതൽ 27 വരെയായിരിക്കുമെന്ന് കുവൈത്ത് സർക്കാർ വ്യക്തമാക്കി. പബ്ലിക് സർവീസ് കമ്മീഷന്റെ നിർദ്ദേശം കണക്കിലെടുത്താണ് കഴിഞ്ഞ ദിവസം ചേർന്ന വാരാന്ത്യ മന്ത്രിസഭാ യോഗം ഉത്തരവ് പുറപ്പെടുവിച്ചത്. വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷന്റെ ഭാഗമായി കുവൈത്ത് കേരള ഇസ്ലാമിക് സെന്റർ ഖുർആൻ എക്സ്പോയുടെ ഫഹാഫീവിൽ മഗഫ് അബു ഹവാബിദ ഏരിയ പ്രചാരണ ഉദ്ഘാടനം നടന്നു. ഹിക്മത്തിനും മംഗഫ് യൂണിറ്റ് പ്രസിഡന്റ് ഹുസൈമത്ത് പ്രചാരണ കിറ്റ് കൈമാറിയാണ് പ്രചരണത്തിന് തുടക്കമായത്. ഗുരുവായൂർ സത്യാഗ്രഹ സമരമന്ദിരത്തിന്റെ സ്മാരക മന്ദിരത്തിന്റെ നിർമ്മാണത്തിനും ഗൾഫ് മലയാളികളുടെ സഹകരണം തേടുമെന്ന് കെ മാധവൻ ഫൗണ്ടേഷൻ ഭാരവാഹികൾ പറഞ്ഞു. പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയും കർഷക സംഘം നേതാവുമായ കെ മാധവന്റെ പേരിൽ കാഞ്ഞങ്ങാട് പ്രവർത്തിക്കുന്ന കെ മാധവൻ ഫൗണ്ടേഷന്റെ ആസ്ഥാന മന്ദിരമാണ് ഗുരുവായൂർ സത്യാഗ്രഹ സ്മാരക മന്ദിരം. ഗുരുവായൂർ സത്യാഗ്രഹ സ്മാരകം യാഥാർത്ഥ്യമാക്കുന്നതിൽ പ്രവാസികളുടെ പിന്തുണ പ്രതീക്ഷിക്കുന്നതായും ഫൗണ്ടേഷൻ ഭാരവാഹികൾ ദുബായിൽ പറഞ്ഞു. പ്രവാസി വകുപ്പ് നിർത്തലാക്കിയ തീരുമാനത്തിനെതിരെ OICC ഗ്ലോബൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് 7 ഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന പ്രതിഷേധ സമരത്തിൽ ഇൻകാസ് UAE കമ്മിറ്റിയുടെ പ്രതിനിധികൾ പങ്കെടുക്കുമെന്ന് ജനറൽ സെക്രട്ടറി പുന്നക്കൽ മുഹമ്മദ് അലി അറിയിച്ചു. മാർച്ച് 8 പ്രധാനമന്ത്രി നരേന്ദ്രമോദി, വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ്, കോൺഗ്രസ് പ്രസിഡന്റ് സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി എന്നിവരെയും കാണുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. നിലമ്പൂർ എടക്കര സ്വദേശിയായ വാളശ്ശേരി കുഞ്ഞു മുഹമ്മദിന്റെ മകൻ ആസിഫ് സൗദിയിലെ യാൻ ബേസിലെ റൂമിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടു. പിതാവ് കുഞ്ഞു മുഹമ്മദിനോടൊപ്പം 2 വർഷത്തോളമായി യാൻ ബേസിൽ ജോലി ചെയ്തു വരികയായിരുന്നു. മൃതദേഹം യാൻബോ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. റിയാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫ്ലെരിയ ഗ്രൂപ്പിന്റെ കീഴിലെ റീറ്റെയിൽ ശൃംഖലയായ സിറ്റി ഫ്ലവറിന്റെ 17ാമത് സെന്റർ അൽഖോബാറിൽ ഉപഭോക്താക്കൾക്കായി തുറന്നുകൊടുത്തു. ഫ്ലെരിയ ഗ്രൂപ്പ് ഡയറക്ടർ M അഹമ്മദ് കോയയുടെ സാന്നിധ്യത്തിൽ ഫ്ലെരിയ ഗ്രൂപ്പ് ചെയർമാൻ ഫഹദ് അബ്ദുൽ കരീം അൽ ഗുറീമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കഴിഞ്ഞ 25 വർഷമായി റിയാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫ്ലെരിയ ഗ്രൂപ്പിന്റെ കീഴിലുള്ള റീറ്റെയിൽ ശൃംഖലയായ സിറ്റി ഫ്ലവറിന്റെ 17ാമത്തെ സ്റ്റോർ അൽക്കോബാറിൽ ഉപഭോക്താക്കൾക്കായി തുറന്നുകൊടുത്തു. ഫ്ലെരിയ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ TM അഹമ്മദ് കോയയുടെ സാന്നിധ്യത്തിൽ ഫ്ലെരിയ ഗ്രൂപ്പ് ചെയർമാൻ ഫഹദ് അബ്ദുൽ കരീം അൽ ഗുറൈമിൽ ഉദ്ഘാടനം നിർവഹിച്ചു. സ്വദേശികളും വിദേശികളുമായി എല്ലാ വിഭാഗം ഉപഭോക്താക്കളെയും ആകർഷിക്കുന്ന വിധമാണ് റഹ്മാനിയ മാളിനടുത്ത് 2 നിലകളിലായി 1800 സ്ക്വയർ ഫീറ്റർ സ്റ്റോർ സജ്ജീകരിച്ചിരിക്കുന്നത്. തുണിത്തരങ്ങൾ, ഇലക്ട്രോണിക്സ്, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, ഗൃഹോപകരണങ്ങൾ, പാദരക്ഷകൾ എന്നീ വിഭാഗങ്ങളിലായി 25,000-ഓളം ലോകോത്തര ബ്രാൻഡുകളുടെ വൻ ശ്രേണിയാണ് ഒരുക്കിയിരിക്കുന്നത്. സിറ്റി ഫ്ലവറിന്റെ 17ാമത്തെ ബ്രാഞ്ചാണ് ഇന്ന് ഇവിടെ കോബാറിൽ ഓപ്പൺ ആയത്. ഒരു 10 കൂടി സക്കാക്കയും ജൂണിനുള്ളിലായിട്ട് ഹസ, ബത്ത, ഹൈപ്പർ ഇതുകൂടി 20ലേക്ക് 3 മാസം കൊണ്ട് പൂർത്തിയാവുന്നതായിരിക്കും. സിറ്റി ഫ്ലവർ അൽക്കോബാറാണ് ഇന്ന് കസ്റ്റമേഴ്സിന് തുറന്നു കൊടുത്തിരിക്കുന്നത്. സിറ്റി ഫ്ലവർ ഈസ്റ്റേൺ പ്രൊവിൻസിൽ പ്രവർത്തനം വിപുലപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ഈ സ്റ്റോർ ഇവിടെ തുറന്നിരിക്കുന്നത്. ഗാർമെന്റ്സ്, ഹൗസ് ഹോൾഡ്സ്, ടോയ്സ്, സ്പോർട്സ്, കോസ്മെറ്റിക്സ്, ഇലക്ട്രോണിക്സ് എന്ന് തുടങ്ങി ഒരു വീട്ടിലേക്കും അല്ലെങ്കിൽ ഒരു ഫാമിലിക്കും വേണ്ട ഒരു 25,000-ഓളം പ്രോഡക്റ്റുകളാണ്, വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രോഡക്റ്റുകളാണ് ഇവിടെ ലഭ്യമാക്കിയിരിക്കുന്നത്. ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് ആദ്യത്തെ 50 ഉപഭോക്താക്കൾക്ക് 200 റിയാലിന്റെ പർച്ചേസ് ചെയ്യുമ്പോൾ 100 റിയാലിന്റെ ഗിഫ്റ്റ് വൗച്ചർ സൗജന്യമായി നൽകി.
ഫെബ്രുവരി 23 വരെ 200 റിയാലിന് തുണിത്തരങ്ങൾ, ഗൃഹോപകരണങ്ങൾ, പാദരക്ഷകൾ, ടോയ്സ്, സ്റ്റേഷനറി എന്നിവ വാങ്ങുമ്പോൾ 50 റിയാലിന്റെ ഗിഫ്റ്റ് വൗച്ചർ സൗജന്യമായി നൽകുമെന്നും ഫ്ലീരിയ ഗ്രൂപ്പ് ഡയറക്ടർ EK റഹീം അറിയിച്ചു. ഇതുകൂടാതെ എല്ലാ സെഷനുകളിലും ആകർഷകമായ വിലക്കുറവാണ് ഒരുക്കിയിരിക്കുന്നത്. സൗദിയിലെ വിവിധ നഗരങ്ങളിലും ബഹ്റൈനിലുമായി 17 സ്റ്റോറുകളാണ് ഫ്ലീരിയ ഗ്രൂപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നത്. ഹോൾസെയിൽ, റീറ്റെയിൽ മേഖലയിലായി 33ഓളം സ്ഥാപനങ്ങളാണ് ഫ്ലീരിയ ഗ്രൂപ്പിന്റെ കീഴിലുള്ളത്. ഈ വർഷം 6 സ്റ്റോറുകൾ കൂടി ഉപഭോക്താക്കൾക്കായി തുറന്നു കൊടുക്കുമെന്നും ഫ്ലീരിയ ഗ്രൂപ്പ് മാനേജർ അറിയിച്ചു. ഗഫൂർ മാവൂർ, കൈരളി ന്യൂസ്, റിയാദ്. ദമാം ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ ട്രാൻസ്പോർട്ടേഷൻ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്താൻ തീരുമാനിച്ച സമയക്രമീകരണം അശാസ്ത്രീയമെന്ന് രക്ഷാകർത്താക്കൾ. ദമാം നാഷണൽ ഇന്ത്യൻ സ്കൂൾ പാരന്റ്സ് അസോസിയേഷൻ കേരള ചാപ്റ്റർ സംഘടിപ്പിച്ച ചർച്ചയിലാണ് ഇക്കാര്യം ഉയർന്നത്. സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി നടപടി തിരുത്താനാവശ്യമായ സമീപനം സ്വീകരിക്കണമെന്ന് രക്ഷിതാക്കൾ ആവശ്യപ്പെട്ടു. ദമാം ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിൽ പുതിയ അധ്യയന വർഷം മുതൽ ട്രാൻസ്പോർട്ടേഷൻ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്താൻ തീരുമാനിച്ച സമയക്രമീകരണം മുഴുവൻ രക്ഷിതാക്കളെയും ദുരിതത്തിലാക്കുന്നതും അശാസ്ത്രീയവുമാണ് എന്ന് ദമാം ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ പേരന്റ്സ് അസോസിയേഷൻ കേരള ചാപ്റ്റർ സംഘടിപ്പിച്ച ചർച്ചയിൽ അഭിപ്രായമുയർന്നു. സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ അബ്ദുൾ സലാം, കമ്മിറ്റി അംഗം റഷീദ് ഉമർ എന്നിവർ പങ്കെടുത്ത ചർച്ചാവേദിയിലാണ് പുതിയ സമയക്രമം പ്രയാസകരമാണെന്നും സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി തിരുത്താൻ ആവശ്യമായ സമീപനം സ്വീകരിക്കണമെന്നും രക്ഷിതാക്കൾ അഭിപ്രായപ്പെട്ടത്. സൗദിയിലുള്ള എല്ലാ സ്കൂളുകളിലും ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നുവെന്ന യാഥാർത്ഥ്യം നിലനിൽക്കെ ദമാം ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ പരിസരത്തെ ഗതാഗതക്കുരുക്ക് പെരുപ്പിച്ചു കാണിച്ച് അപ്രായോഗികവും അശാസ്ത്രീയവുമായ പരിഷ്കാരം നടപ്പിലാക്കുക വഴി കേവലം പരിമിതമായ സമയത്ത് മാത്രമുണ്ടാകുന്ന ഗതാഗതക്കുരുക്ക് കൂടുതൽ സമയത്തെ വ്യാപിക്കുന്ന അവസ്ഥയാണ് സംഭവിക്കാൻ പോകുന്നതെന്നും രക്ഷിതാക്കൾ പറഞ്ഞു. എന്നാൽ സ്കൂളിന് സമീപമുള്ള ട്രാഫിക് പ്രശ്നങ്ങളും പ്രൈവറ്റ് ട്രാൻസ്പോർട്ടേഷൻ കുറച്ചുകൊണ്ടുവന്ന് കൂടുതൽ കാര്യക്ഷമമായ ഗതാഗത സൗകര്യം ഒരുക്കാനുമാണ് സ്കൂൾ മാനേജ്മെന്റ് ശ്രമിക്കുന്നതെന്ന് ചെയർമാൻ ഡോക്ടർ അബ്ദുൾ സലാം പറഞ്ഞു. നിലവിലുള്ള കമ്പനിയുടെ പ്രവർത്തനം തൃപ്തികരമല്ലെന്നും കുറഞ്ഞ നിരക്കും സേവന നിലവാരവും ഗുണനിലവാരവുമാണ് പുതിയ കമ്പനിയുമായി കരാറിലെത്താൻ മാനേജ്മെന്റിനെ പ്രേരിപ്പിച്ചതെന്നും റിയാദിലും ജിദ്ദയിലും ഇത്തരം പരീക്ഷണം വിജയകരമായിരുന്നുവെന്നുമാണ് വസ്തുതയെന്നും ചെയർമാൻ അബ്ദുൾ സലാം പറഞ്ഞു. ആശങ്കകൾ ഉയർന്നതിനാൽ മുഴുവൻ രക്ഷിതാക്കൾക്കും സർക്കുലർ അയച്ച അഭിപ്രായ സ്വരൂപണം നടത്തുമെന്നും ചെയർമാൻ വ്യക്തമാക്കി. അനിൽ കുർച്ചിമട്ടം മോഡറേറ്ററായിരുന്ന പരിപാടിയിൽ മാനേജ്മെന്റിംഗ് കമ്മിറ്റി അംഗം റഷീദ് ഉമർ, റിയാസ് ഇസ്മായിൽ, സുനിൽ മുഹമ്മദ്, മുജീബ് കളത്തിൽ, ഫൈസൽ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ദമാം. ദമാം ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിൽ പുതുതായി ഏർപ്പെടുത്താൻ തീരുമാനിച്ച സമയക്രമത്തിൽ ദമാം OICC മലപ്പുറം ജില്ലാ കമ്മിറ്റി ശക്തമായി പ്രതിഷേധിച്ചു. ജോലിക്ക് പോകുന്ന രക്ഷിതാക്കൾക്ക് കൃത്യസമയത്ത് ഓഫീസിലും കടകളിലും എത്തുന്നതിനുള്ള ഏറെ അസൗകര്യം സൃഷ്ടിക്കുന്ന നടപടിക്കെതിരെ ശക്തമായി പ്രതികരിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. OICC മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഹമീദ് ചാലിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ OICC നാഷണൽ പ്രസിഡന്റ് ശ്രീ PM നജീബ്, ഗ്ലോബൽ കമ്മിറ്റി അംഗം C അബ്ദുൽ ഹമീദ് എന്നിവർ സംസാരിച്ചു. ഇന്ത്യ ഫ്രട്ടേണിറ്റി ഫോറത്തിന്റെ ആരോഗ്യ ബോധവൽക്കരണ ക്യാമ്പിന്റെ ഭാഗമായി ദമാം ഏരിയ കമ്മിറ്റി ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും യോഗ പ്രദർശനവും സംഘടിപ്പിച്ചു. സഫ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ ദാറസഹ ക്ലിനിക്കിലെ സീനിയർ ജനറൽ ഫിസിഷ്യൻ ഡോ ഉത്തമൻ കോയ പരിശീലനങ്ങൾക്ക് നേതൃത്വം നൽകി. തുടർന്ന് സൈദലവി ബേങ്ങര അവതരിപ്പിച്ച യോഗ പ്രദർശനം സദസ്സിനെ ശ്രദ്ധ പിടിച്ചുപറ്റി. ഫ്രട്ടേണിറ്റി ഫോറം ദമാം ഏരിയ സെക്രട്ടറി ജാബിർ പുന്നാട്ട് അധ്യക്ഷത വഹിച്ച ചടങ്ങ് ഫോറം കിഴക്കൻ പ്രവിശ്യ സെക്രട്ടറി സിറാജ് ശാന്തി നഗർ ഉദ്ഘാടനം ചെയ്തു. വാർത്തയിലേക്ക്. KC ജോസഫിന് ഹൈക്കോടതിയുടെ വിമർശനം. ഖേദം പ്രകടിപ്പിക്കാൻ മന്ത്രി കുട്ടിയല്ലെന്ന് കോടതി. ജഡ്ജിക്കെതിരായ പരാമർശത്തിൽ ഈ മാസം 29-ന് KC ജോസഫ് നേരിട്ട് ഹാജരാവാൻ കോടതി നിർദ്ദേശം നൽകി. നിയമസഭ ഉള്ളതിനാൽ ഹാജരാവാൻ കഴിയില്ലെന്ന് മന്ത്രി സത്യവാങ്മൂലം നൽകിയിരുന്നു. ജസ്റ്റിസ് അലക്സാണ്ടർ തോമസിനെതിരെ ആക്ഷേപകരമായ പരാമർശം നടത്തിയ മന്ത്രി KC ജോസഫ് ക്രിമിനൽ കോടതിയെ ലക്ഷ്യം കാട്ടിയതായി ഹൈക്കോടതി കണ്ടെത്തിയിരുന്നു. കുറ്റപത്രം നൽകുന്നതിന് മന്ത്രി KC ജോസഫിനോട് ഇന്ന് നേരിട്ട് ഹാജരാകാനും കോടതി നിർദ്ദേശിച്ചിരുന്നു. നിയമസഭയുള്ളതിനാൽ ഇന്ന് ഹാജരാകാൻ കഴിയില്ലെന്നറിയിച്ച് മന്ത്രി KC ജോസഫ് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചു. ജഡ്ജിക്കെതിരായ പരാമർശത്തിൽ നിരുപാധികം മാപ്പ് പ്രകടിപ്പിക്കുന്നതായി സത്യവാങ്മൂലത്തിൽ അറിയിച്ചിട്ടുണ്ട്. ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് മനഃപൂർവ്വമല്ല, അറിയാതെ പറ്റിയ പിഴവാണെന്നും തെറ്റു മനസ്സിലായപ്പോൾ പോസ്റ്റ് പിൻവലിച്ചുവെന്നും സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും പിൻവലിക്കുകയും ചെയ്യാൻ ഇത് കുട്ടിക്കളിയല്ലെന്ന് ഹൈക്കോടതി വിമർശിച്ചു. സത്യവാങ്മൂലം പിന്നീട് പരിശോധിക്കുമെന്നറിയിച്ച കോടതി ഈ മാസം 29-ന് KC ജോസഫിനോട് നേരിട്ട് ഹാജരാകാനും നിർദ്ദേശിച്ചു. KC ജോസഫിന്റെ സത്യവാങ്മൂലത്തിൽ പരാതിക്കാരനായ ശിവൻകുട്ടി MLAയോട് നിലപാടറിയിക്കാനും കോടതി നിർദ്ദേശിച്ചു. കേസിൽ അമിക്കസ് ക്യൂറിയായി നിയമിച്ച മുതിർന്ന അഭിഭാഷകൻ PB കൃഷ്ണന്റെ സഹായവും കോടതി തേടിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി.
റേഷൻ ഡിപ്പോ അനുവദിക്കാൻ 25 ലക്ഷം രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടതിൽ മന്ത്രി അടൂർ പ്രകാശിനെതിരായ കേസ് പിൻവലിക്കാനുള്ള നീക്കം പൊളിഞ്ഞു. കേസ് എഴുതിത്തള്ളണമെന്ന തീരുമാനം വിജിലൻസ് ഡയറക്ടർ തള്ളി. കുറ്റപത്രം സമർപ്പിച്ച കേസിൽ അടൂർ പ്രകാശ് വിചാരണ നേരിടുമെന്ന് വിജിലൻസ് ഡയറക്ടർ അറിയിച്ചു. അടൂർ പ്രകാശ് ഭക്ഷ്യമന്ത്രിയായിരുന്ന 2004-2005 കാലഘട്ടത്തിൽ റേഷൻ ഡിപ്പോ അനുവദിക്കാൻ 25 ലക്ഷം രൂപ കോട ചോദിച്ചുവെന്നാണ് കേസ്. കോഴിക്കോട്ടെ കോൺഗ്രസ് നേതാവായിരുന്ന NK അബ്ദുറഹ്മാനോടാണ് മന്ത്രി അടൂർ പ്രകാശ് കോഴ ചോദിച്ചത്. മുക്കം ഓമശ്ശേരിയിൽ റേഷൻ ഡിപ്പോ തുടങ്ങാനായി 2005 ഡിസംബർ 3 തിരുവനന്തപുരത്തെ ഔദ്യോഗിക വസതിയിൽ വെച്ചും ഡിസംബർ 5 കോഴിക്കോട് ഗസ്റ്റ് ഹൌസിൽ വെച്ചുമാണ് അടൂർ പ്രകാശ് കോഴ ആവശ്യപ്പെട്ടത്. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി PC സജിത്രൻ എന്നയാൾ തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ സ്വകാര്യ അന്യായം സമർപ്പിച്ചതിനെ തുടർന്നാണ് വിജിലൻസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. അന്വേഷണ സംഘം കേസ് അന്വേഷിച്ച് 2011 ഫെബ്രുവരിയിൽ കോടതിയിൽ കുറ്റപത്രം നൽകി. ഈ ഘട്ടത്തിൽ പരാതിക്കാരൻ മൊഴിമാറ്റിയെന്നും അതിനാൽ തുടരന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് പ്രോസിക്യൂഷൻ കോടതിയെ സമീപിച്ചു. തുടരന്വേഷണ ഘട്ടത്തിലും പരാതിക്കാരായ അബ്ദുറഹ്മാനും സജിത്രനും മൊഴിമാറ്റി. ഇതേ തുടർന്നാണ് മന്ത്രിക്കെതിരെയുള്ള കേസ് പിൻവലിക്കണമെന്ന് കാട്ടി അന്വേഷണ ഉദ്യോഗസ്ഥർ വിജിലൻസ് ഡയറക്ടർ ശങ്കർ റെഡ്ഡിക്ക് റിപ്പോർട്ട് നൽകിയത്. എന്നാൽ ഈ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം വിജിലൻസ് ഡയറക്ടർ തള്ളി. കുറ്റപത്രം സമർപ്പിച്ച കേസിൽ അടൂർ പ്രകാശ് വിചാരണ നേരിടണമെന്നാണ് വിജിലൻസ് ഡയറക്ടറുടെ നിലപാട്. ഇതോടെ റേഷൻ ഡിപ്പോ കോഴക്കേസ് എഴുതിത്തള്ളി അടൂർ പ്രകാശിന് ക്ലീൻ ചിറ്റ് നൽകാനുള്ള സർക്കാർ നീക്കത്തിന് കനത്ത തിരിച്ചടിയാണ് ഏറ്റിരിക്കുന്നത്. PV കുട്ടൻ, കോഴിക്കോട്. തിരികെ വാർത്തയിലേക്ക്. JNU വിഷയത്തിൽ പ്രധാനമന്ത്രി മറുപടി പറയണമെന്ന് സർവകക്ഷി യോഗത്തിൽ ഇടതുപക്ഷവും കോൺഗ്രസും ആവശ്യപ്പെട്ടു. പാർലമെന്റ് സമ്മേളനത്തിന് മുന്നോടിയായി വിളിച്ചു ചേർത്ത യോഗത്തിലാണ് ഈ ആവശ്യമുയർന്നത്. അതേസമയം വിദ്യാർത്ഥികളും അധ്യാപകരും സർവകലാശാലയിൽ സംയുക്തമായി പഠിപ്പ് മുടക്കി സമരം ചെയ്യുന്നു. അഫ്സൽ ഗുരു അനുസ്മരണവുമായി ബന്ധപ്പെട്ട് ദില്ലി സർവകലാശാലയിൽ മുൻ പ്രൊഫസർ SAR ഗിലാനിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തു വരികയാണ്. JNU വിദ്യാർത്ഥി സമരത്തിന് ഐക്യദാർഢ്യവുമായി അധ്യാപക സംഘടനകളും രംഗത്തെത്തി. കനയ്യകുമാറിനെ വിട്ടയക്കുന്നതുവരെ പഠിപ്പ് മുടക്കി സമരം തുടരാനാണ് വിദ്യാർത്ഥികളുടെ തീരുമാനം. പാർലമെന്റ് സമ്മേളനത്തിന് മുന്നോടിയായി ദില്ലിയിൽ പ്രധാനമന്ത്രി വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിലും JNU അറസ്റ്റ് വിഷയമായി. യോഗത്തിൽ പങ്കെടുത്ത CPIM ലോക്സഭാ നേതാവ് P കരുണാകരൻ അന്വേഷണം ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രി ഇക്കാര്യത്തിൽ മറുപടി പറയണമെന്ന് കോൺഗ്രസും RJDയും JDUവും നിലപാടെടുത്തു. ബഡ്ജറ്റ് സമ്മേളനം സുഗമമായി നടക്കണമെന്ന് യോഗത്തിൽ പങ്കെടുത്ത കേന്ദ്ര ധനകാര്യമന്ത്രി അരുൺ ജെയ്റ്റ്ലി ആവശ്യപ്പെട്ടു. അതേസമയം അഫ്സൽ ഗുരു അനുസ്മരണവുമായി ബന്ധപ്പെട്ട് ദില്ലി പോലീസ് അറസ്റ്റ് ചെയ്ത ദില്ലി സർവകലാശാല മുൻ പ്രൊഫസർ SAR ഗീലാനിയുടെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നു. ഈ മാസം 10 ദില്ലി പ്രസ് ക്ലബ്ബിൽ സംഘടിപ്പിച്ച അഫ്സൽ ഗുരു അനുസ്മരണത്തിന് പിന്നിൽ ഗീലാനിയാണെന്നാണ് പോലീസ് ആരോപണം. യോഗത്തിനിടയ്ക്ക് ഇവർ ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യം വിളിച്ചതായും പോലീസ് പറയുന്നുണ്ട്. JNU വിഷയത്തിൽ ദേശീയ തീവ്രവാദ വിരുദ്ധ സേന അന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച സ്വകാര്യ ഹർജി ദില്ലി ഹൈക്കോടതി തള്ളി. ന്യൂസ് ബ്യൂറോ, ദില്ലി. പാട്യാല ഹൗസ് കോടതിയിൽ നടന്ന ആക്രമണത്തിൽ പ്രതിഷേധിച്ച് മാധ്യമപ്രവർത്തകർ സുപ്രീം കോടതിയിലേക്ക് മാർച്ച് നടത്തി. ജോലി ചെയ്യാനുള്ള സംരക്ഷണം സുപ്രീം കോടതി നൽകണമെന്ന് മാധ്യമപ്രവർത്തകർ ആവശ്യപ്പെട്ടു. കേരളത്തിലെയും ദില്ലിയിലെയും പത്രപ്രവർത്തക യൂണിയനുകളും മുതിർന്ന മാധ്യമപ്രവർത്തകരും മാർച്ചിൽ അണിനിരന്നു. അതേസമയം സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ പൊതു താൽപര്യ ഹർജി സുപ്രീം കോടതി നാളെ പരിഗണിക്കും. ഹെഡ്ലിയുടെ മൊഴിക്കെതിരെ ഗുജറാത്ത് മുൻ DGP RB ശ്രീകുമാർ. ഇസ്രത്ത് ജഹാൻ സംഭവം വ്യാജ ഏറ്റുമുട്ടൽ തന്നെയെന്നും ഹെഡ്ലിയുടെ മൊഴി BJPയുടെ നഷ്ടപ്പെട്ട പ്രതിച്ഛായ വീണ്ടെടുക്കാൻ വേണ്ടിയാണെന്നും RB ശ്രീകുമാർ. ഹെഡ്ലി ഇന്ത്യയുടെയും അമേരിക്കയുടെയും ഡബിൾ ഏജന്റെന്നും RB ശ്രീകുമാർ പീപ്പിൾ TVയോട് പ്രതികരിച്ചു. സംഘപരിവാർ തേർവാഴ്ചയ്ക്കെതിരെ പ്രതിഷേധ കൂട്ടായ്മ നടത്താൻ LDF തീരുമാനം. ഫെബ്രുവരി 19 മുതൽ 26 വരെയാണ് മണ്ഡലാടിസ്ഥാനത്തിൽ കൂട്ടായ്മ നടത്തുകയെന്ന് LDF കൺവീനർ വൈക്കം വിശ്വൻ അറിയിച്ചു. BJP വർഗീയത വ്യാപിപ്പിക്കുന്നുവെന്ന് വൈക്കം വിശ്വൻ പറഞ്ഞു. കസ്തൂരിരംഗൻ റിപ്പോർട്ടിൽ കേരളം നൽകിയ നിർദ്ദേശങ്ങൾ തള്ളാൻ ഇടയായത് സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേട് മൂലമാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. 2014 ഉമ്മൻ V. ഉമ്മൻ നൽകിയ റിപ്പോർട്ടിലെ സാങ്കേതികമായ പിഴവുകളും അവയിൽ നിന്ന് ആരംഭിച്ച തിരിച്ചടികളും തുടരുകയാണ്. കേരളം നൽകിയ റിപ്പോർട്ടിലെ സാങ്കേതിക പിഴവുകൾ സംബന്ധിച്ച് ഇടതുപക്ഷം MPമാർ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ അത്തരം മുന്നറിയിപ്പുകളൊന്നും ചെവിക്കൊള്ളാതെ പശ്ചിമഘട്ട സംരക്ഷണത്തിന്റെ പേര് പറഞ്ഞ് മലയോര ജനതയെ വഞ്ചിക്കുന്ന നടപടിയാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത്. ജനങ്ങൾക്കുള്ള ആശങ്ക പരിഹരിക്കുന്ന വിധം ഇടപെടാൻ സർക്കാർ അടിയന്തരമായി തയ്യാറാവണമെന്ന് സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. CPIM പോളിറ്റ് ബ്യൂറോ യോഗം ദില്ലിയിൽ സമാപിച്ചു. രാവിലെ ദേശീയ സംസ്ഥാന രാഷ്ട്രീയ വിഷയങ്ങൾ യോഗം വിലയിരുത്തി. നാളെയും മറ്റന്നാളും കേന്ദ്ര കമ്മിറ്റി യോഗങ്ങൾ ചേരുന്നുണ്ട്.
UDF-ൽ അർഹതപ്പെട്ട സീറ്റുകൾ ചോദിക്കുമെന്ന് KM മാണി. 26-ന് ദില്ലിയിൽ കർഷക ധർണ സംഘടിപ്പിക്കുമെന്നും തിരുവനന്തപുരത്ത് ചേർന്ന കേരള കോൺഗ്രസ് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിന് ശേഷം മാണി അഭിപ്രായപ്പെട്ടു. നേരത്തെ മുതലേ ഈ കൂടുതൽ സീറ്റ് വേണമെന്ന് അതൊക്കെ അർഹമായ സീറ്റുകൾ എപ്പോഴും ചോദിക്കും, അർഹമായ സീറ്റുകൾ കിട്ടുകയും ചെയ്യും. കേരളത്തിന്റെ കാർഷിക സമ്പദ് വ്യവസ്ഥ തന്നെ തകരുന്ന ഒരവസ്ഥയിലാണ് നിൽക്കുന്നത്. എത്രയും വേഗം ഇതിനൊരു പരിഹാരം ഉണ്ടാവണം. അപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ശ്രദ്ധ ഇതിലേക്ക് കൂടുതൽ തിരിക്കുന്നതിന് വേണ്ടി, ഇതിന് അടിയന്തരമായ പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഡൽഹിയിൽ 26-ാം തീയതി കേരള കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ കർഷക സമരം നടക്കുന്നു. തെക്കേ ഇന്ത്യയിലെ പ്രധാന ലൈഫ് സ്റ്റൈൽ മാഗസിനായ റിക്സിന്റെ കേരള പതിപ്പ് പ്രകാശനം ചെയ്തു. കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ കല്യാൺ ജ്വല്ലേഴ്സ് മാനേജിംഗ് ഡയറക്ടർ TS കല്യാൺ രാമൻ പ്രകാശനം നിർവഹിച്ചു. വികാടി MD മിഥുൻ ചിറ്റിലപ്പള്ളി ആദ്യ കോപ്പി ഏറ്റുവാങ്ങി. നടി മഞ്ജു വാര്യർ, ശീമാട്ടി ഉടമ ബീന കണ്ണൻ, റിക്സ് എഡിറ്ററും പബ്ലിഷറുമായ അരുണ R കൃഷ്ണൻ എന്നിവരും പങ്കെടുത്തു. ബോബി ചൊമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ ആദ്യ സംരംഭമായ ബോബി ചൊമ്മണ്ണൂർ നിധി ലിമിറ്റഡിന്റെ ആദ്യ ശാഖ കുന്നംകുളത്ത് മുനിസിപ്പൽ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ചെമ്മണ്ണൂർ ഗ്രൂപ്പിന്റെ മറ്റ് സ്ഥാപനങ്ങളിലേതുപോലെ ലാഭത്തിന്റെ ഒരുവിധം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുമെന്ന് ചെയർമാൻ ബോബി ചൊമ്മണ്ണൂർ അധ്യക്ഷ പ്രസംഗത്തിൽ അറിയിച്ചു. മുനിസിപ്പൽ കൗൺസിൽ നിഷ JS, ചേംബർ ഓഫ് കൊമേഴ്സ് സെക്രട്ടറി KM അബുബക്കർ, VK ശ്രീരാമൻ തുടങ്ങിയവർ പങ്കെടുത്തു. ICLന്റെ ആലപ്പുഴ ബ്രാഞ്ച് ഉദ്ഘാടനം സിനിമാ താരം മുകേഷ് നിർവഹിച്ചു. ICL MDയും CEOയുമായ KG അനിൽകുമാർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ആലപ്പുഴ മുനിസിപ്പൽ ചെയർമാൻ ശ്രീ തോമസ് ജോസഫ് മുഖ്യാതിഥിയായിരുന്നു. ICL ജനറൽ മാനേജർ ഉമ അനിൽകുമാർ, ചെയർമാൻ KK വിൽസൺ തുടങ്ങിയവർക്കൊപ്പം സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. സോളാർ കമ്മീഷനെ ആക്ഷേപിച്ചും ഭീഷണിപ്പെടുത്തിയും സമ്മർദ്ദത്തിലാക്കിയും നിർവീര്യമാക്കാനുള്ള ഭരണപക്ഷത്തിന്റെ നീക്കത്തിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭ ബഹിഷ്കരിച്ചു. സോളാർ കമ്മീഷനെ പൊതുജനമധ്യത്തിൽ അവഹേളിക്കുന്ന വിഷയം ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നിഷേധിച്ചതിനായിരുന്നു പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചത്.